ഫ്രണ്ടിനെ തപ്പി പോവാണ്. ഹ്യൂമൻ വാട്ടർഫോൾ ഇൻ ദുബായ് മാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഫൈബർ ഗ്ലാസിലാണ് ഈ സ്കൾപ്ചേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പേൾ ഡൈവേഴ്സ് ഈ വാട്ടറിലേക്ക് ജമ്പ് ചെയ്യുന്നതായിട്ടാണ്. ക്യാമറ ഷോപ്പിൽ പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്തു. ഗ്രാൻഡ് സ്റ്റോറിൽ നമുക്ക് ഒരുവിധം എല്ലാ മെയിൻ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. 11,700. Okay. Now you pay 10,300. വെൽക്കം ബാക്ക്. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ക്യാമറ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായ് മാളിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ, അങ്ങനെ നമ്മൾ ഫ്രണ്ടിനെ തപ്പി പോവാണ്. എവിടെയാ ഉള്ളതെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ കിനോ കുഞ്ഞ എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റാളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിൽക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആക്ച്വലി UAE-യിലുള്ള ക്യാമറ സ്റ്റോഴ്സിൽ പോയിട്ട് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വെറുതെ വന്ന് വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് പോകണ്ടല്ലോ എന്ന് കരുതി അവിടെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിനെയും കൂടെ വിളിച്ചു. ഫ്രണ്ടിനെ കണ്ടുകിട്ടിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഹായ്, ഐ ആം കിഷോർ. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കിഷോർ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. എവിടെ? ഡീപ്പോൾ. ദുബായ് മാളിൽ തന്നെ ക്യാമറയുടെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം കയറി ഇറങ്ങി. ഈ കാണുന്നത് ദുബായ് മാളിലെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്. ഹ്യൂമൻ വാട്ടർഫോൾ ഇൻ ദുബായ് മാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വാട്ടർഫാൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഹ്യൂമൻ അതിലേക്ക് ഡൈവ് ചെയ്തിറങ്ങുന്ന കുറച്ച് സ്കൾപ്ചേഴ്സും ഇതിനോടൊപ്പം തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈബർ ഗ്ലാസിലാണ് ഈ സ്കൾപ്ചേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പേൾ ഡൈവേഴ്സ് ഈ വാട്ടറിലേക്ക് ജമ്പ് ചെയ്യുന്നതായിട്ടാണ്. ദുബായിലെ ഒരു കാലത്തെ ജീവിത വരുമാന മാർഗം എന്ന് പറയുന്നത് പേൾ ഡൈവിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്കൾപ്ചേഴ്സ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വാട്ടർഫാളിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് മോളിലെ ഈ 4 ഫ്ലോർസിൽ നിന്ന് എവിടെ നിന്ന് നോക്കുകയാണെങ്കിലും നമുക്ക് ഈ വാട്ടർഫോൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഈ വാട്ടർഫോളിന്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ക്യാമറ ഷോപ്പിൽ പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്തു. വളരെ വലിയ മാളാണ് ദുബായ് മാൾ. നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്ന് മടുത്തു. അങ്ങനെ നടന്ന് മടുത്തുകൊണ്ട് ഞങ്ങൾ സ്റ്റാർബക്സിൽ പോയി ഒരു കോഫി കുടിക്കാന്ന് കരുതി. അപ്പോൾ ലാർജ് എന്തായിരിക്കും, ഒരു ദിവസം മൊത്തം കുടിക്കാനുണ്ടാവും. ഞങ്ങൾ അങ്ങനെ 1-2 ക്യാമറ ഷോപ്സിലും കൂടെ പോയി അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്തു. അങ്ങനെ അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ക്യാമറ ഷോപ്സും ഞങ്ങൾ കവർ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ മാൾ ഓഫ് എമിറേറ്റ്സിലാണ് പോയത്. അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. നടന്നു പോകാൻ ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്കലേറ്റർ പോലത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് നിന്നാൽ മതി, ഒന്നെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ അതിൽ നമുക്ക് നടക്കുകയോ ചെയ്യാൻ പറ്റും. നടന്നു പോകുന്നവർ ലെഫ്റ്റ് സൈഡും അതുപോലെ നിന്ന് പോകുന്നവർ റൈറ്റ് സൈഡുമാണ് യൂസ് ചെയ്യേണ്ടത്. നടന്നു പോകാൻ ഒത്തിരി ലോങ്ങുള്ള സ്ഥലങ്ങളിലാണ് ഇവർ എസ്കലേറ്റർ പോലത്തെ സംഗതി വെക്കാറുള്ളത് സാധാരണ രീതിയിൽ. ഞങ്ങൾ മാൾ ഓഫ് എമിറേറ്റ്സിൽ പോകാൻ ഒരു റീസൺ കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ മെട്രോ യൂസ് ചെയ്തിട്ടില്ല. ദുബായിലെ മെട്രോ യൂസ് ചെയ്യണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിപ്പോഴാണ് ഗ്രീൻ ലൈൻ, റെഡ് ലൈൻ എന്നിങ്ങനെ 2 ലൈൻസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഏരിയയിലൂടെ കവർ ചെയ്ത് പോകുന്നതാണ്. റെഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റീരിയർ ഏരിയാസിലൂടെ കടന്നു പോകാൻ റെഡ് ലൈനാണ് യൂസ് ചെയ്യുന്നത്. വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫുള്ളി ഓട്ടോമേറ്റഡ് ഡ്രൈവർലെസ് മെട്രോയാണ് ദുബായിലേത്. ദുബായ് മെട്രോ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നോൾ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് റേറ്റ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി സഹായകമാവും. മെട്രോയ്ക്ക് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ നിന്നാണ് പോയത്. ഞങ്ങൾ അങ്ങനെ മാൾ ഓഫ് എമിറേറ്റ്സിൽ എത്തിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് മൊത്തം നടപ്പായിരുന്നു. സെക്കൻഡ് ടൈമാണ് ഞാൻ മാൾ ഓഫ് എമിറേറ്റ്സിലേക്ക് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ പോയിട്ടുണ്ടായിരുന്നു സ്കീ ദുബായിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ദുബായിലെ ഏറ്റവും വലിയ സ്നോ പാർക്ക് സ്കീ ദുബായ് ആണ്. അത് മാൾ ഓഫ് എമിറേറ്റ്സിലാണ് ഉള്ളത്. മാൾ ഓഫ് എമിറേറ്റ്സിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. മെട്രോയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലെത്താൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക് ഷോപ്സ് കാണാൻ സാധിക്കും. ഇവിടെയും ഞങ്ങൾ 2-3 ഷോപ്സിൽ കയറി ഇറങ്ങി. ഞങ്ങൾ ഗ്രാൻഡ് സ്റ്റോറിലാണ് ലാസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. ഗ്രാൻഡ് സ്റ്റോറിൽ ഇപ്പോൾ സോണി ആൽഫ A7 M4ന് ഓഫറുണ്ട്. ദുബായ് മാളിൽ ചെന്ന് എൻക്വയറി ചെയ്തപ്പോൾ അവർ ഈ ഓഫറിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. പക്ഷേ എമിറേറ്റ്സ് മാളിൽ ഇവർ ഓഫർ പറയുന്നുണ്ട്. ഗ്രാൻഡ് സ്റ്റോറിൽ നമുക്ക് ഒരുവിധം എല്ലാ മെയിൻ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ക്യാമറ ആണെങ്കിലും ലൈറ്റിങ്സ് ആണെങ്കിലും ഒക്കെ അവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. സോണി A7 M4ന്റെ കൂടെ ഇവർ ഗിംബലും ഓഫർ ചെയ്യുന്നുണ്ട്. 11,700. Okay. Now you pay 10,300. Okay. And you have one CF Express Type A card also. Okay, so I'll get card also along with this. With this one, yeah. Okay. 10-bit you can shoot here, and compared to the Mark 3 is 8-bit only, and megapixel is increased also. Okay. And the grip is much more bigger now to carry easily there. Not much heavy. Like even if we shoot without
gimbal we can shoot Easily, okay. yes, ma'am. And the EVF also, the viewfinder also, the resolution also much more improved. Okay. And this is having a new menu system, so everything you can do touch everything. സോണി ആൽഫയുടെ സ്റ്റോഴ്സിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലും കമ്പാരിറ്റേറ്റീവ്ലി ഇവിടെ റേറ്റ് കുറഞ്ഞവർ പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ വിൻഡോ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാ കടകളിലും കയറി ഇറങ്ങി നടന്ന് മടുത്തിട്ടുണ്ട്. എന്തായാലും തിരിച്ച് മെട്രോയ്ക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴി ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ലേക്കൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഇവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണിത്. മെട്രോയ്ക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വേറെ വേറെ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് കിഷോറാണ് ഇറങ്ങുന്നത്, അതിനുശേഷമാണ് എൻ്റെ സ്റ്റേഷൻ വരുന്നത്. ദുബായ് മെട്രോയിൽ അധികം ട്രാവൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു അങ്കലാപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലൊക്കെ മെട്രോ ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്ത് ശീലമുള്ളതുകൊണ്ടും ഏതാണ്ട് അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ. പിന്നെ സ്ഥലങ്ങളെല്ലാം എഴുതി കാണിക്കുന്നതുകൊണ്ടും പേരുകളെല്ലാം കറക്റ്റായിട്ട് അനൗൺസ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എവിടേക്കാണ്? Dubai Mall, Mall of Emirates. മാൾ ഓഫ് എമിറേറ്റ്സ്. അവിടെ എല്ലാം വിൻഡോ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. താൻ എവിടെയാണ്? ഓൺ പാസീവിലും ഞാൻ ബുർജ്മാൻ അവിടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.